ശക്തമായ കാറ്റിനും മഴയ്ക്കുമൊപ്പം കാട്ടാന ഭീതിയിലാണ് ഇടുക്കി ചിന്നക്കനാൽ സിങ്കുകണ്ടം നിവാസികൾ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ തമ്പടിച്ച് നാശം വിതയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാന സിങ്കുകണ്ടത്തെ വീട് ഇടിച്ചു നിരത്തി. ഇത് രണ്ടാം തവണയാണ് ചക്കക്കൊമ്പൻ തന്റെ വീട് തകർക്കുന്നതെന്ന് അമുദ സുരേഷ് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് 30 വർഷങ്ങളായി. എനിക്ക് ഇതുവരെയായിട്ട് ഞാൻ ഇത്രയും നാൾ കെട്ടിക്കാതെ മുമ്പ് അച്ഛൻ്റെ അമ്മയുടെ കൂട്ടത്തിലായിരുന്നു. ഇപ്പം എന്നെ കെട്ടിച്ച് വിട്ടൊരു 9 വർഷങ്ങളായി. 9 വർഷമായിട്ട് ഇതിനകത്ത് താമസമാണ് ഞാൻ. ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കൂട്ടത്തിലാണ് ഞാൻ ഇരുന്നത്. ഇപ്പം നിലവിൽ ഈ വീട് പണിതിട്ട് ലോൺ വീടിന് അപേക്ഷ വെച്ചായിരുന്നു. അതിന് കിട്ടാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം താമസിക്കാനുള്ള ചെറിയ ഒരു പെറയായിട്ട് സെറ്റ് പണിതിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4 മാസത്തേക്ക് മുമ്പിൽ വന്നിട്ട് യാണ തട്ടി ഈ വീട്. അന്നേരവും ഗവൺമെൻറ്റുമായിട്ടോ ഇതുമായിട്ടോ എനിക്ക് ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ രണ്ടാമത്തെ ഇന്നലെ ഞാൻ നാട്ടിനെ എനിക്ക് 2 പിള്ളേരുള്ളതാണ് മക്കൾ. ഒരാൾ 5ലും ഒരാൾ 1ാം ക്ലാസ്സിൽ ഈ വർഷം ചേർക്കണം. എനിക്ക് 2 പിള്ളേരും ഉണ്ട്. ഇപ്പോൾ ഈ മഴയും കാറ്റത്ത് കറണ്ടില്ല എനിക്ക് ഈ വീട്ടിലേക്ക്. കറണ്ടും ഇല്ല, അങ്ങനത്തെ സംവിധാനവും എനിക്കില്ല, വീടില്ല. കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന് ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ആവശ്യപ്പെട്ടു. തന്നെയാണ് മറ്റേ ചക്കക്കൊമ്പൻ ആന നിൽക്കുന്നത്. ഇന്നലെ 7 മണിയായപ്പോൾ തന്നെ സിറ്റി കയറി വന്നു കഴിഞ്ഞ് കാറ്റും മഴയത്ത് ആന എങ്ങോട്ടോ പോകണമെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. RRT ടീമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു 9 മണിയോടുകൂടിയാണ് ഇന്നലെ ഈ വീട് ഇവിടെ വന്ന് ഈ ആന തള്ളുന്നത്. ഇവർ ഭാഗ്യത്തിന് ഇന്നലെ കൊച്ചിനെ ചേർക്കാൻ തമിഴ്നാട്ടിൽ പോയതുകൊണ്ട് മാത്രം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുമ്പും ഇതേ വീട് വന്ന് പൊളിച്ചാണ്. ഇവർക്ക് ഒന്നാമത് ലൈഫിൽ പേരൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് വെക്കാനും അവരുടെ സ്വന്തം പൈസ മുടക്കിയാണ് ഇവർ ഇത്രയും കാണിച്ചു വെച്ചേക്കുന്നത്. അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആന വന്നിപ്പോൾ പൊളിച്ചു കളയുന്നത്. രൂക്ഷമാണ്. എന്നും ഒരു 6 മണി 7 മണിയാകുമ്പോഴത്തേന് തന്നെ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുകയാണ്. ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ആന ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോഴും ഇവിടെ. പ്രിൻസ് ജെയിംസ് ചേരുന്നു ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. പ്രിൻസ്, ഈ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ ഇതിനു മുൻപ് ഭീതിയോടെ കഴിഞ്ഞിരുന്ന ജനങ്ങൾ വീണ്ടും അതേ അവസ്ഥയിലേക്ക് മാറുന്നു. അതായത് ചക്കക്കൊമ്പൻ അവിടെ തമ്പടിച്ച് ആക്രമണം വിതയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അവിടെ ഒരു വീട് പൂർണ്ണമായും തകർത്തൊരവസ്ഥയാണ്. ഇപ്പോഴും ആന അവിടെ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടോ? വനംവകുപ്പ് എന്താണ് പറയുന്നത്? ഈ കാട്ടാനയെ അവിടെ നിന്നും തുരത്താൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഏറ്റവും ഏതാനും ദിവസങ്ങളായി സിങ്കുകണ്ടം ചിന്നക്കനാൽ മേഖലയിൽ ചക്കക്കൊമ്പന്റെ സാന്നിധ്യമുണ്ട്. തുടർച്ചയായി എല്ലാ ദിവസങ്ങളും തന്നെ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുകയും ഒപ്പം റേഷൻ കട ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് പതിവായി ഈ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങുകയും വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഒക്കെ നേരെ ആക്രമണം നടത്തുകയും ചെയ്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ അമുദ സുരേഷിന്റെ വീട് 2ാം തവണയാണ് ആക്രമിക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾക്ക്. കാരണം വലിയ തോതിലുള്ള മഴ പെയ്യുന്നു, ശക്തമായ കാറ്റുണ്ട്. അതോടൊപ്പമാണ് ഈ കാട്ടാനയുടെ ഒരു സാന്നിധ്യവും ജനവാസ മേഖലയിലുള്ളത്. ഈ അതിശക്തമായ കാറ്റും മഴയുമുള്ള സാഹചര്യത്തിൽ കാട്ടാനകൾ എവിടെ നിൽക്കുന്നതെന്ന് പോലും ജനങ്ങൾക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത് ആക്രമണത്തിനുള്ള സാഹചര്യങ്ങൾ കൂട്ടുകയും ചെയ്യുന്നു. ഒപ്പം RRT ടീമൊക്കെ ഇവിടെ മേഖലയിൽ ഉണ്ടെങ്കിൽ പോലും ഈ മഴയുടെയും കാറ്റിന്റെയും ഒക്കെ സാഹചര്യമുള്ളതിനാൽ ഇവയെ കൃത്യമായി തുരത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. ഈ മഴയ്ക്കൊപ്പം ഈ കാട്ടാനുള്ള സാന്നിധ്യം കൂടി ഈ ജനവാസ മേഖലയിലുള്ളത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ചക്കക്കൊമ്പൻ ഏതാനും നാളുകളായി ഇപ്പോൾ പതിവായി എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. മിക്ക ദിവസങ്ങളിലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു, വീടുകൾക്ക് നേരെ ആക്രമിക്കുന്നു, ഒപ്പം വാഹനങ്ങളെ ആക്രമിക്കുന്നു, വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അങ്ങനെ തുടർച്ചയായി ഈ ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആനയെ നിന്ന് ഒഴിവാക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണമായും ഉൾവനത്തിലേക്ക് നടത്തിവിടുന്നതിനായി സ്ഥിരമായ ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കേട്ടോ പ്രിൻസ്, സാധാരണ ഈ വേനൽക്കാലത്താണ് വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ കാട്ടാനയൊക്കെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. വെള്ളം കുടിക്കാൻ വേണ്ടി മറ്റൊക്കെ എത്താറുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ മഴക്കാലമായിട്ടും ഈ പതിവായി ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെ കാട്ടാന ശല്യം ഈ പ്രദേശത്ത് ഇതിനു മുൻപൊക്കെ ഉള്ളതാണോ? ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് വരെ അരിക്കൊമ്പൻ, ഒപ്പം ചക്കക്കൊമ്പൻ, പൊട്ടവാലൻ തുടങ്ങി നിരവധി ആനകളുടെ ഒരു ശല്യം പ്രദേശത്തുണ്ടായിരുന്നു. പിന്നീടാണ് ഈ ജനവാസ മേഖല വീടുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പതിവായതോടെയാണ് അരിക്കൊമ്പനെ ഇവിടെ നിന്ന് കാട് കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായ വലിയ കോലാഹലമൊക്കെ സൃഷ്ടിച്ചൊരു സംഭവമാണ്. അതിനുശേഷം അരിക്കൊമ്പന്റെ സാഹചര്യം മാറിയോടെ ഏതാനും നാളുകളിലേക്ക് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം
ഇല്ലാതായി മാറിയിരുന്നു. ഒപ്പം മൊട്ടവാലൻ അല്ലെങ്കിൽ മുറിവാലൻ എന്നറിയപ്പെടുന്ന ആന ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ആക്രമണം കുറഞ്ഞു. എങ്കിൽ പോലും ചക്കക്കൊമ്പൻ ഇപ്പോൾ പതിവായി ഏതാനും മാസങ്ങളായി സ്ഥിരമായ ജനവാസത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ്. ഈ വീടുകൾക്ക് സമീപമുള്ള ഭക്ഷണ സാധനങ്ങൾ എടുക്കുക, ഒപ്പം വീടുകൾ തകർത്ത അരി അടക്കമുള്ള ഭക്ഷണം കഴിക്കുക തുടങ്ങി ഉള്ള സാഹചര്യങ്ങളാണ് ഈ രീതികളാണ് ഈ ഇത്തരം ആനകൾ, ചക്കക്കൊമ്പനെ പോലുള്ള ആനകൾ പതിവായി ജനവാസ മേഖലയിൽ തന്നെ തീറ്റ തേടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത്തരം ആനകൾ മാറിയിരിക്കുന്നു. അത് വലിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും മതികെട്ടാൽ പോലെ ദേശീയോദ്യാനത്തിലെ മേഖലയിൽ ഒറ്റയാന്മാർ ഇങ്ങനെ ജനവാസ മേഖലയെ കേന്ദ്രീകരിച്ചുള്ള തമ്പടിക്കുന്ന സാഹചര്യമാണ് മുൻകാലങ്ങളിൽ ഏതാനും വർഷങ്ങളായി കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ ഇവിടുന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുന്നുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നുള്ള ആവശ്യം പല കാലങ്ങളായി ഉയർത്തുന്നുണ്ട്. അരിക്കൊമ്പനെ ഇവിടുന്ന് മാറ്റുന്ന തീരുമാനമെടുക്കുന്ന കാലഘട്ടത്തിൽ ചക്കക്കൊമ്പനെയും റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നൊരു പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വിവിധ മേഖലകളിൽ ആനയെ നിരീക്ഷിക്കുന്നതിനും ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി സൂചനാ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുമെന്നും ഒക്കെ നിർദ്ദേശങ്ങൾ അന്ന് ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും സിംഗുകണ്ഠം, ചിന്നക്കനാൽ മേഖലകളിൽ, ഒപ്പം ബോഡിമെട്ട് മേഖലയിലൊക്കെ കാട്ടാനയുടെ സാന്നിധ്യം മുൻകൂട്ടി വ്യക്തമാക്കുന്നതിന് നാട്ടുകാർക്കും വാഹനയാത്രികർക്കുമൊക്കെ അറിയിപ്പ് നൽകുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനം അന്നുണ്ടായിരുന്നു. അപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി സൗരോർജ്ജ വേലി അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ജനവാസ മേഖലയ്ക്ക് അതൊക്കെ ഈ വനംവകുപ്പിന്റെ ഭാഗത്തിന് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇതുപോലെ ഇപ്പോഴും ഈ കാട്ടാന ആക്രമണത്തിൻ്റെ, വന്യജീവി ആക്രമണത്തിൻ്റെ ഭീതിയിൽ കഴിയേണ്ട ഒരു ഗതികേടിലാണ് ചിന്നക്കനാൽ, സിംഗുകണ്ഠം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ. ഈ പ്രശ്നങ്ങൾക്ക്, ഈ വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായൊരു പരിഹാരം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.